പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. പൈതങ്ങളെ തൻ്റെ അടുക്കൽ വരുന്നതിനുള്ള തടസ്സങ്ങളെ നീക്കി അവരെ അണയ്ക്കുകയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവായ യേശുവേ, ഈ വർഷവും സൺഡേ സ്കൂൾ പഠനത്തിനായി വന്നിരിക്കുന്ന പൈതങ്ങളിന്മേൽ നിൻ്റെ അനുഗ്രഹവും ആശീർവാദവും ചൊരിയുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പറഞ്ഞു കൊടുക്കുന്ന ആത്മീയമായ സത്യങ്ങൾ, വചനങ്ങൾ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ശരിയായി പഠിച്ച് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അവരെ ഒരുക്കി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പഠനം അവർക്കും കുടുംബത്തിനും സഭയ്ക്കും പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ. പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരും ദൈവമായ കർത്താവെ ശുഷ്കാന്തിയോടും ഉത്തരവാദിത്വത്തോടും സമർപ്പണത്തോടും ദൈവവചനം പഠിപ്പിക്കുവാൻ ഒരുക്കി സഹായിക്കണമേ. ഈ സമയം ലോകം എങ്ങും കോവിഡ് എന്ന മഹാവ്യാധിയാൽ കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലും ദയയിലും അവരെ നയിക്കണമേ. ഞങ്ങളുടെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷകന്മാർ എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിക്കുന്നു. ഈ വർഷത്തെ സൺഡേ സ്കൂൾ പഠനം അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുമാറാകണം എന്ന് വിനയപൂർവ്വം യേശുവിൻ്റെ തിരുനാമത്തിൽ യാചിക്കുമ്പോൾ കേൾക്കണം. പ്രിയ സ്വർഗ്ഗസ്ഥ പിതാവേ, ആമേൻ. ഹായ്, സൺഡേ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉള്ളൂതൽ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ 16ാമത്തെ പാഠമാണ്. അപ്പോൾ ഉള്ളൂതൽ എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനു മുൻപായി എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം? ബൈബിൾ വേണം, നോട്ട്ബുക്ക് വേണം, പിന്നെ പേന ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഉള്ളൂതലിനെ കുറിച്ച്, അല്ലെങ്കിൽ ബൈബിൾ എങ്ങനെയാണ് നമുക്ക് ലഭ്യമായത് എന്നുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഉള്ളൂതൽ എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ തന്നെ 2 പത്രോസ് 1-ാം അധ്യായം 21-ാം വാക്യവും അതുപോലെ 2 തിമോഥെയോസ് 3:16 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നത്. 2 വാക്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. 2 പത്രോസ് 1:21, 2 തിമോഥെയോസ് 3:16. ഈ 2 വചനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് ഉള്ളൂതൽ എന്ന് പറയുന്ന വിഷയം എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം അല്ലെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന ഗ്രന്ഥം അതാണല്ലോ. അപ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കുറെ പുസ്തകങ്ങളുണ്ട് എന്നറിയാം, അല്ലെങ്കിൽ കുറെ പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് വിശുദ്ധ വേദ പുസ്തകം. അപ്പോൾ വിശുദ്ധ വേദ പുസ്തകത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 66. ശരിയായ ഉത്തരമാണ്. അപ്പോൾ 66 പുസ്തകങ്ങളുള്ള വിശുദ്ധ വേദ പുസ്തകത്തെ 2 പ്രധാന ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് പഴയ നിയമം 39 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും അടങ്ങിയിരിക്കുന്നു. അപ്പോ ഈ വിശുദ്ധ വേദപുസ്തകം പല വ്യക്തികളാൽ പല കാലഘട്ടങ്ങളിലായി എഴുതപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോൾ പല വ്യക്തികളാൽ പല കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പുസ്തകത്തിന്റെ ആശയങ്ങളെല്ലാം ഏറ്റവും ഒന്നായി, അല്ലെങ്കിൽ ഏറ്റവും പരസ്പര ബന്ധപ്പെട്ടതായി നിൽക്കുന്നതിന്റെ ഒരു പ്രധാന രഹസ്യം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവിന്റെ ഉള്ളൂതലിനാൽ അഥവാ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ടതാണ് എന്നുള്ളത് ആണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക, വേദപുസ്തകം എങ്ങനെ എഴുതപ്പെട്ടു, അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഐക്യരൂപ്യം ഉള്ളതിൻ്റെ കാരണം വ്യത്യസ്ത എഴുത്തുകാർ എഴുതിയിട്ടും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഉള്ളവർ എഴുതിയിട്ടും അതിൻ്റെ കേന്ദ്ര ആശയം ഒന്നായിരിക്കുന്നതിൻ്റെ
പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അഥവാ പരിശുദ്ധാത്മാവിന്റെ ഉള്ളൂതലിനാൽ എഴുതപ്പെട്ടത് കൊണ്ട് ആണ്. ഇനി ഈ ഉള്ളൂതലിനെ കുറിച്ച് 3 വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്. എത്ര വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്? എത്രയുണ്ട്? 3 അല്ലേ? അപ്പോ ഒന്നാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത് ലിഖിതമല്ലാത്ത പ്രചോദനം എന്നുള്ളതാണ്. എന്താണ്? ലിഖിതമല്ലാത്ത പ്രചോദനം. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. എന്താണെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഈ ലിഖിതമല്ലാത്ത പ്രചോദനം അഥവാ ഉള്ളൂതൽ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അതായത് ദൈവം മനുഷ്യന്റെ ചിന്തയിൽ പ്രവേശിച്ചു. ഇതാണ് ഇതിൽ പറയുന്ന കാര്യം. ലിഖിതമല്ലാത്ത പ്രചോദനത്തിൽ എന്താണ് പറയുന്നത്? എങ്ങനെ ഉള്ളൂതൽ സംഭവിച്ചു എന്ന് വെച്ചാൽ ദൈവം മനുഷ്യന്റെ ചിന്തയിൽ പ്രവേശിച്ച് അവന് സ്വന്തമായി ചിന്തിക്കുവാനുള്ള കഴിവിനെ ദൈവം അങ്ങ് ഛേദിക്കുകയാണ്, മുറിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അവൻ സ്വന്തമായി ഒന്നും ചിന്തിക്കാതെ ദൈവം കൊടുത്ത ചിന്തകളെ മാത്രം എഴുതാനായി തുടങ്ങും. അപ്പൊ എഴുത്തുകാരുടെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ അവനൊരു യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, ഒരു യന്ത്രം പ്രവർത്തിക്കണമെങ്കിൽ എങ്ങനെയാണ്? യന്ത്രം തനിയെ പ്രവർത്തിക്കുമോ? ഇല്ല. പിന്നെ എന്താണ്? നമ്മൾ അതിനെ പ്രവർത്തിപ്പിക്കുമ്പോഴാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഇഷ്ടമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ചിന്തിക്കുവാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യനെ അവന്റെ ചിന്തയിൽ നിന്ന് വേർപെടുത്തി വെച്ചുകൊണ്ടാണ് ദൈവം വേദപുസ്തക രചനയ്ക്ക് അവരെ ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത, അല്ലെങ്കിൽ ലിഖിതമല്ലാത്ത പ്രചോദനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ഒരു ടൈപ്പ് റൈറ്ററിൽ കാര്യങ്ങൾ അടിക്കും പോലെയാണ്. ടൈപ്പ് റൈറ്റർ തന്നെ കുറെ കാര്യങ്ങൾ അടിച്ച് നമുക്ക് ഇങ്ങോട്ട് തരില്ല. പിന്നെ എന്താണ്? അതിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ടൈപ്പ് റൈറ്ററിന് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ടൈപ്പ് റൈറ്ററിന്റെ കാലം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കമ്പ്യൂട്ടർ ആയിരുന്നാലും നമ്മൾ എന്താണോ അടിച്ചു കൊടുക്കുന്നത് അതായിരിക്കും നമുക്ക് തിരികെ ലഭിക്കുന്നത്. അപ്പോൾ എഴുത്തുകാർ യന്ത്രം പോലെ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ ദൈവം തന്റെ ആശയങ്ങളും വാക്കുകളും മാത്രമാണ് അവരിലൂടെ എഴുതിച്ചത്. അങ്ങനെ ഒരു പ്രചോദനമാണ് ദൈവം പരിശുദ്ധാത്മാവിലൂടെ അവർക്ക് കൊടുത്തത്. അപ്പൊ അവരുടെ ആശയങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടാതെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ഒരു രീതി ഉപയോഗിച്ചു. അപ്പൊ വചനത്തിലൂടെ മാനുഷിക ചിന്തകൾ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ലിഖിതമല്ലാത്ത പ്രചോദനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? രണ്ടാമത്തത് വാക്കുകളല്ല എഴുത്തുകാർ ഉള്ളൂതപ്പെട്ടു എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത. അപ്പൊ ഒന്നാമത്തെ ചിന്തയിൽ എന്താണ്? എഴുത്തുകാർക്ക് ഒരു കിട്ടിയ അവരുടെ ആശയങ്ങളൊന്നും അവർ എഴുതാതെ വണ്ണം ദൈവം അവർക്കെല്ലാം കൊടുത്തു എന്നുള്ള ഒരു ചിന്ത. അതേസമയം രണ്ടാമത്തേതിൽ എന്ത് പറയുന്നു? വാക്കുകളല്ല എഴുത്തുകാരാണ് ഉള്ളൂതപ്പെട്ടത്. ദൈവം എഴുത്തുകാർക്ക് പ്രചോദനം കൊടുത്തു, പരിശുദ്ധാത്മാവിലുള്ള ആ പ്രചോദനം കൊടുത്തു എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് ദൈവം തന്റെ ദാസന്മാരുടെ മനസ്സിൽ തന്റെ സത്യങ്ങളെ കൊടുത്തു. അതേസമയം അവരുടെ ചിന്തകളെ ഒന്നും മുറിച്ചു മാറ്റിയില്ല. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവസരം ദൈവം അവർക്ക് കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അവർ അവരുടെ ചിന്തകളെ, അവരുടെ ഉള്ളിൽ അവർക്ക് ലഭിച്ചതായ ചിന്തകളെ അവരുടെ ചരിത്ര പശ്ചാത്തലത്തിനനുസരിച്ച്, അല്ലെ, എഴുത്തുകാർ അവരുടെ ചരിത്ര പശ്ചാത്തലത്തിനനുസരിച്ചും അവരുടെ അനുഭവങ്ങളുമായി ചേർത്തും അതുപോലെ അവർ ജീവിച്ചതായ കാലഘട്ടം എന്നിവയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതി എന്നാണ് ഈ രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ കാണുന്ന. വാക്കുകളല്ല എഴുത്തുകാർ ഉള്ളൂതപ്പെട്ടു എന്നുള്ള ചിന്തയിൽ കാണും. ഇവിടെയുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ കടന്നു കൂടിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം എഴുതപ്പെട്ട വ്യക്തികളാണ്, അല്ലെങ്കിൽ മനുഷ്യരാണ് എന്നുള്ളതാണ്. അപ്പൊ മനുഷ്യന് തെറ്റുകൾ പറ്റാം, അല്ലെ, മനുഷ്യന് പിശകുകൾ പറ്റാം. അപ്പോ ദൈവ ആത്മാവ് അവരിലൂടെ ഇടപെട്ടു എങ്കിലും അവർക്ക് സ്വന്തമായി ചിന്തിക്കുവാനുള്ള അവസരം കൊടുത്തത് കൊണ്ടും സ്വന്തമായി ആശയങ്ങളെ എഴുതുവാനുള്ള അവരുടെ പശ്ചാത്തലം അവർക്ക് ലഭിച്ചത് കൊണ്ടും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളും കുറവുകളും
അവിടെ കടന്നുകൂടിയിട്ടുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും തരത്തിലുള്ള സംശയകരമായ അല്ലെങ്കിൽ നമ്മൾ തെറ്റാണെന്ന് ചിന്തിക്കുന്നതായ കാര്യങ്ങൾ എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മധ്യസ്ഥന്മാരുടെ അഭിപ്രായമാണ്. എന്താണ് മധ്യസ്ഥന്മാരുടെ അഭിപ്രായം? അതായത് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് റവറൻഡ് ആലൻ റിബർട്ട്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവ വചനം അല്ലെങ്കിൽ വേദപുസ്തകം എന്ന് പറയുന്നത് അതിൻ്റെ ദൈവിക സന്ദേശം കൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം ഉയരുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലുള്ള ദൈവിക സന്ദേശത്തിനാണ് വളരെയേറെ പ്രാധാന്യം എന്നുള്ളതാണ്. അതായത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് അതിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന് അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ മാനുഷിക അനുഭവങ്ങളോ ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മനുഷ്യനോട് സംസാരിക്കുന്നുണ്ടോ, അതാണ് പ്രധാനപ്പെട്ടത്. അഥവാ വേദപുസ്തകം മനുഷ്യരോട് സംസാരിച്ച് അവർക്ക് നല്ലൊരു സന്ദേശം കൊടുത്ത് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നുണ്ടോ, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അല്ലെങ്കിൽ അങ്ങനെ വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ടവർക്ക് മാത്രമല്ല വായിക്കുന്നവർക്കും ഒരു ഉള്ളൂതൽ കൊടുക്കുന്നു എന്നാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ എഴുതപ്പെട്ടവർക്ക് മാത്രമല്ല, എഴുതിയവർക്ക് മാത്രമല്ല, എല്ലാ സമയത്തും അന്നും ഇന്നും എപ്പോഴും വേദപുസ്തകം വായിക്കുന്നവർക്കും അതിലൂടെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതിലൂടെ രക്ഷയുടെ ഒരു സന്ദേശം നൽകിക്കൊണ്ട് അതിലൂടെ നമുക്കൊരു വിശ്വാസം നൽകിക്കൊണ്ട് ദൈവത്തോടുള്ള ഒരു ബന്ധം നമുക്ക് അതിലൂടെ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് അത് പ്രയോജനമാക്കി തീർക്കുന്നതിന്റെ കാരണം എഴുതപ്പെട്ടവർക്കും എഴുതിയവർക്കും അതുപോലെ തന്നെ ആർക്കാണ് വായിക്കുന്നവർക്കും ഒരുപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഉള്ളൂതൽ ലഭിക്കുന്നത് കൊണ്ട് ആണ് എന്നാണ് ഇവിടെ നമ്മൾ മൂന്നാമത്തെ ചിന്തയിൽ ആലൻ റിബർട്ട്സൺ പറയുന്ന ചിന്തയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മൾ വേദപുസ്തകത്തെ നമ്മൾ ഒരിക്കലും ആരാധിക്കുന്നില്ല. പിന്നെ എന്തിനെയാണ് ആരാധിക്കുന്നത്? ആ വേദപുസ്തകം നമുക്ക് ലഭിക്കുന്നതിന് കാരണക്കാരനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അത് നമ്മളെപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. വേദപുസ്തകത്തിൽ എപ്പോഴും ദൈവവചനം ആയതുകൊണ്ട് ഒരു ദൈവിക അധികാരം വേദപുസ്തകത്തിന് അല്ലെങ്കിൽ ദൈവവചനത്തിന് ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അപ്പോ ദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് രക്ഷയെക്കുറിച്ച് ഒക്കെ ഈ വിശുദ്ധ വേദപുസ്തകം നമുക്ക് സാക്ഷ്യം തരുന്നു. അപ്പൊ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ അടങ്ങുന്ന 39 പഴയ നിയമ പുസ്തകങ്ങളും അതുപോലെ 27 പുതിയ നിയമ പുസ്തകങ്ങളും അടങ്ങുന്ന ഈ മുഴുവൻ ബൈബിളും അല്ലെങ്കിൽ സത്യവേദ പുസ്തകവും നമുക്ക് തരുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ചുമുള്ള ഒരു സാക്ഷ്യമാണ് എന്ന് ആണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോ ലോകം രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവത്തോടുള്ള ബന്ധത്തെ നേടുവാൻ തക്കവണ്ണം സഹായിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം അഥവാ ബൈബിൾ. അപ്പൊ നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഉള്ളൂതൽ എന്നുള്ള വിഷയത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്. 3 തരത്തിലുള്ള ഉള്ളൂതലിനെ കുറിച്ചുള്ള ചിന്തകളെ ഞാൻ പങ്കുവെച്ച് കഴിഞ്ഞു. ഇപ്പോ അതിന്റെ ഒരു ഉപസംഹാരത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് വരാം. എന്താണ് വിശുദ്ധ വേദപുസ്തകം? അനേകം എഴുത്തുകാരാൽ 1000 വർഷക്കാലത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. എന്നാൽ സന്ദേശപരമായി അതിന്റെ ഐക്യരൂപ്യമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പല വ്യക്തികൾ പല സമയങ്ങളിൽ അല്ലെ എഴുതിയെങ്കിലും അതിന്റെ സന്ദേശം അതിന്റെ ഒരു ഒത്തൊരുമ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ വ്യത്യസ്തമായി ഏത് രീതിയിലായിരുന്നാലും ശരി ദൈവത്തിന്റെ ഉള്ളൂതൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളൂതൽ അതിൽ കൃത്യമായി നമുക്ക് തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്നത്.
അപ്പോ ഇനി നോക്കാം, മനുഷ്യരെ മുഴുവനും രക്ഷയിലേക്ക് നയിക്കുന്നതിനുള്ള ശ്രേഷ്ഠമായ ഒരു സന്ദേശം അല്ലെ, മുഖ്യമായ ഒരു സന്ദേശം, രക്ഷാ സന്ദേശം വിശുദ്ധ വേദ പുസ്തകത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. അത് മാറ്റമില്ലാത്തതാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് വിശുദ്ധ വേദ പുസ്തകം മാത്രമാണ് നമ്മളോട് പറയുന്നത്. രക്ഷാമാർഗമായിരിക്കുന്ന ക്രിസ്തു യേശുവിനെ കുറിച്ച് വേദപുസ്തകം മാത്രമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ യേശുവിനെ നമുക്ക് ശരിയായ രീതിയിൽ കാണിച്ചു തരുന്നത് വിശുദ്ധ വേദ പുസ്തകമാണ്. അപ്പോ നമുക്ക് ലഭിക്കുന്ന ആ സന്ദേശമാണ്, രക്ഷയുടെ സന്ദേശമാണ് ഏറ്റവും പ്രധാന വിഷയം. അതുകൊണ്ട് ആ സന്ദേശത്തിൽ നമ്മൾ വിശ്വസിക്കുക, അത് വളരെ പ്രധാനമാണ് അല്ലെ. നമ്മൾ ആ സന്ദേശത്തിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് രക്ഷയുണ്ട് എന്ന് വിശ്വസിക്കുക മാത്രമല്ല, ഈ സന്ദേശത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കുക. നമ്മുടെ കൂട്ടുകാർക്ക്, നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിലുള്ളവർക്ക്, മറ്റു മനുഷ്യർക്ക് രക്ഷയുടെ ഈ സന്ദേശത്തെ നമ്മൾ പകർന്നു കൊടുക്കുക, പങ്കിട്ട് കൊടുക്കുക. അവരെയും ആ രക്ഷയിലേക്ക്, ക്രിസ്തു യേശുവിലേക്ക് വചന മുഖാന്തരം സ്വാഗതം ചെയ്യുക. അപ്പൊ തിരുവെഴുത്തുകൾ എന്താണ്? ദൈവശ്വാസീയമാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഉള്ളൂതലിനാൽ എഴുതപ്പെട്ടതാണ്. അത് മനുഷ്യനെ രക്ഷയ്ക്ക് യോഗ്യരാക്കി തീർക്കുവാൻ, അല്ലെങ്കിൽ രക്ഷയിലേക്ക് അവരെ ആദായപ്പെടുത്തുവാൻ സാധിക്കുന്ന പരിശുദ്ധമുള്ള സത്യവചനം. അപ്പൊ നിങ്ങളിത് വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ അപ്രകാരം മറ്റുള്ളവരെയും രക്ഷയിലേക്ക് വചനം വഴിയായി സ്വാഗതം ചെയ്യുന്ന നല്ല മക്കളായി ജീവിക്കുക. അപ്പൊ ഈ പറഞ്ഞ പാഠങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു മനഃപാഠവാക്യം കൂടെ പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒക്കെ അവസാനിപ്പിക്കാം. എന്താണെന്ന് ഇന്നത്തെ മനഃപാഠവാക്യം? 1 പത്രോസ് 1-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. 1 പത്രോസ് 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളുക. അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖാന്തരം ഈ അന്ത്യകാലത്തിൽ വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. 1 പത്രോസ് 1-ാം അധ്യായം 20-21 വചനങ്ങൾ. അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ മുന്നറിയിക്കപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖാന്തരം ഈ അന്ത്യകാലത്തിൽ വെളിപ്പെട്ടവനും ആകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വചനവും ഈ പാഠവും നന്നായി പഠിക്കുക. നല്ല കുട്ടികളായി, അനുഗ്രഹിക്കപ്പെട്ട മക്കളായി വളരുക. നന്ദി.
നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് എപ്രകാരം നിൽക്കണം? കൈകൾ കൂപ്പി കണ്ണടച്ച് നിൽക്കണം. പ്രാർത്ഥിക്കാം. സ്നേഹവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമായ ഈ നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഓൺലൈനിലൂടെ ഈ 2-ാം ദിവസം ക്ലാസ് നടത്തുവാൻ തക്കവണ്ണം നീ അനുഗ്രഹിച്ച കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, ഓൺലൈനിലൂടെ സൺഡേസ് ക്ലാസ് നടത്തപ്പെടുമ്പോൾ അവർക്ക് പഠിക്കാൻ വേണ്ടുന്ന പ്രചോദനം നൽകി അവരെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുഞ്ഞുങ്ങൾക്ക് വേണ്ട പ്രചോദനം നൽകി പോഷിപ്പിക്കുകയും കർത്താവിന് പഠിക്കുവാൻ വേണ്ടുന്ന ബുദ്ധിയും ശക്തിയും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അധ്യാപകർക്ക് വേണ്ടുന്ന ദൈവിക ജ്ഞാനം നൽകി തൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന സർക്കിളിലെ സൺഡേ സ്കൂൾ പ്രൊമോട്ടറായ സാമത്തിനെയും കുടുംബത്തെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും അനുഗ്രഹമായ നമ്മുടെ കൊടുത്ത് പോഷിപ്പിക്കണമേ. കർത്താവെ, സ്നേഹവായ്പയോടുകൂടി കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം അവരെ നയിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ. സമസ്തം നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണമെന്ന് സ്വർഗീയ പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സൗരദോഷം ലഭിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗ സഹവാസ കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥന കാര്യങ്ങളോടും പഠിപ്പിക്കുന്ന അധ്യാപകരോടും പഠിക്കുന്ന കുഞ്ഞുങ്ങളോടും ഇന്നും ഒന്ന് സ്വാധീനിക്കുമാറാകട്ടെ. ആമേൻ.